നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം സമയമെടുക്കുമ്പോൾ ഒരു 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 ആളലാണ് നെഞ്ചിനകത്ത്. ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. കിവികളെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലിട്ട് പരാജയപ്പെടുത്തിയതാണ്. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിലെ പോലെയാവില്ല ഫൈനലിന് നന്നായിട്ടറിയാം. ഓൾറെഡി നമ്മുടെ താരങ്ങളെക്കുറിച്ച് അവർക്ക് ധാരണ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വരുൺ ചക്രവർത്തിയെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ട്. വരുണിൻ്റെ അന്നത്തെ കളി ഇനി നടക്കില്ല എന്ന ധ്വനിയിലാണ് ഇന്നലെ മിച്ചൽ സാന്നർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടറിയണം, കാത്തിരിക്കണം, ശ്രദ്ധിക്കണം, ജാഗ്രതയോടുകൂടി നിൽക്കണം എന്ന് മാത്രം. നമ്മുടെ താരങ്ങളുടെ കഴിവും മികവും ഒന്നും എങ്ങും അതുകൊണ്ട് മാത്രമൊന്നും പോവില്ല. പക്ഷെ അവർ പ്രിപ്പയർഡ് ആയിരിക്കും ഒന്നുകൂടി. എന്തായാലും വരുൺ ചക്രവർത്തിയെക്കുറിച്ചും മറ്റ് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ കുറിച്ചുമൊക്കെ മിച്ചൽ സാന്നർ ഇന്നലെ സംസാരിച്ച കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഐ തിങ്ക് ഞങ്ങളുടെ ബാറ്റർമാർ കുറച്ചുകൂടി നല്ല രൂപത്തിൽ വരുണിനെതിരെ റൺ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒബ്വിയസ്ലി വരുൺ ഒരു വേൾഡ് ക്ലാസ് ബൗളർ തന്നെയാണ്. അവനെ ഞങ്ങൾ IPL കുറേ കണ്ടതാണല്ലോ. അവന് കുറച്ച് മിസ്റ്ററിയൊക്കെ ഉണ്ട്. ഈസ് ഗോട്ട് ദാറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് മിസ്റ്ററി. പക്ഷേ ഞങ്ങളുടെ ടീമിൽ പലരും അവനെ ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിഞ്ഞ കളിയിലൊക്കെ ഫേസ് ചെയ്തത്. ഐ തിങ്ക് ആ ദിവസത്തിൽ നിന്ന് അവർ കുറേ പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്നത്തെ പോലെ തന്നെയാണ് പിച്ച് പെരുമാറുന്നതെങ്കിൽ ഒരു ചലഞ്ചിങ് തന്നെയായിരിക്കും. അവരുടെ മറ്റു 3 സ്പിന്നർമാരും അതുപോലെ തന്നെ ചലഞ്ചിങ് ആണ്. ബോയ്സ് ഈ കളിക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി ഫൂട്ടേജസ് ഒക്കെ കണ്ട്, ബൗളിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അവരതിന് റെഡി ആയിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വി നോ വാട്ട് ഹിസ് ത്രെറ്റ്സ് ആർ നൗ. 115 കിലോമീറ്റർ വേഗതയിൽ എനിക്കെതിരെ എറിഞ്ഞൊരു ആംബോളുണ്ട്. അതിലാണ് ഞാൻ ഔട്ടായത്. അങ്ങനെയുള്ള ത്രെട്ടുകൾ അവനിൽ നിന്ന് വരും, വരുണിൽ നിന്ന് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇറങ്ങുന്നത്. സോ ചുരുക്കത്തിൽ വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി പൊളിക്കാനുള്ള പരിപാടിയിലാണ് അവരെന്നുള്ളത് തുറന്നങ്ങ് പറയുകയാണ് സാന്നർ. പിന്നെ അക്ഷർ പട്ടേലും ജഡേജയും ചേർന്നുണ്ടാക്കുന്ന ഭീഷണി, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് കൂടി പോവാം. ഐ തിങ്ക് അക്ഷറും ജഡേജയും അന്ന് കുറേ സമയത്തേക്ക് ഞങ്ങൾ എങ്ങനെ തടഞ്ഞു നിർത്തി, അത് വീണ്ടും ഒരിക്കൽ കൂടി സ്ലോ വിക്കറ്റിൽ അവർ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നമുക്കാകെ ചെയ്യാനുള്ളത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക, ഓഡ് ബോൾസ് ബൗണ്ടറിയിലേക്ക് അടിക്കുക, അങ്ങനെ ഒരു ഡീസൻറ്റ് സ്കോറിലേക്ക് നമ്മൾ എത്തുക. അതാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പിന്ന് നന്നായിട്ട് കളിക്കുന്ന താരങ്ങൾ ഞങ്ങളുടെ ടീമിലുണ്ട്. അവരാണ് കാര്യങ്ങൾ ട്രൈ ചെയ്ത് മത്സരം നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരേണ്ടത്. അവർ സ്വീപ്പൊക്കെ മികച്ച രൂപത്തിൽ ചെയ്യുക, ഫീറ്റ് നല്ല രൂപത്തിൽ യൂസ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന് കൂടി ഇപ്പോൾ മിച്ചൽ സാന്നർ പറഞ്ഞു. ഒപ്പം ഇന്ത്യ സെയിം ടീമിനെ വെച്ച് ഇറങ്ങുമെന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി മിച്ചൽ സാന്നർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ആ ഒരു കളി കളിച്ചത് അവർക്ക് കുറേ അധികം ഗുണകരമായി മാറിയിട്ടുണ്ട്. അവർ തോറ്റെങ്കിലും കുറച്ചുകൂടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഫൈനലിന് അവർ ഒരുങ്ങുകയാണ്. അവരങ്ങനെ ഒരുങ്ങട്ടെന്നേ, നമ്മളും ഒന്നുകൂടി ഒരുങ്ങി തന്നെയായിരിക്കുമല്ലോ ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.